നമ്മൾ പിന്നെ മാർക്കറ്റ് എടുക്കാൻ പോകണം. ഓക്കെ, നമ്മളെ സാധനം വന്നിട്ടുണ്ട്. സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം എന്തായാലും വരും. പാക്കേജ് ഡെലിവറിയുടെ എവിടെ? ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്കെല്ലാം അകത്ത് കൊണ്ടുവന്ന് വെക്കാം കേസ്. ഓക്കെ, ഇത് തന്നെ നമ്മൾ ഇപ്പോഴും മേടിക്കുന്നത്. ഓക്കെ, പ്ലേസ് 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 പ്ലേസ്. ഇനിയുണ്ടോ? ബോക്സ് എംറ്റി. ഇനി ത്രോ കൊടുക്കാം. ഒത്തിരി പേര് വന്നേ മേടിക്കാൻ. ഇപ്പം തന്നെ ഒത്തിരി പേര് വന്നു. നമുക്ക് ത്രോ കൊടുക്കാം. യെസ് ഗേസ്, നമുക്ക് കിട്ടിയേക്കുന്നു. ഇവിടെ മേടിച്ചോണ്ട് പോകുന്നവര് ഒരുത്തൻ അങ്ങോട്ട് പോയി. അവിടെ നമുക്ക് ഇടിച്ചിട്ട് വരാം. ഒരുത്തൻ അങ്ങോട്ട് മേടിച്ചോണ്ട് അങ്ങ് പോയി. പാൻ്റെ സലീസ്, നമ്മളെ പൈസ പോയി. $2.88. ഓക്കെ, ഞാൻ കാണിടും. 5.76. 11 മോനെ കിട്ടിയാളാ നമുക്ക് ഒത്തിരി. 11.52. ഒത്തിരി നമുക്ക് കിട്ടും. നമ്മളെ പോലീസാണാവുന്നത്. 8.64. മോനെ ഡോളർ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ഉണ്ടല്ലോ. ഞാനതിന് വരുമോ? ഇപ്പം ലീവ് കൊടുക്കാൻ നോക്കും. ഞാൻ വരത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഒരു സംഭവം ഓർഡർ ചെയ്യാം. നോ താങ്ക്സ്, നോ താങ്ക്സ്. ഇത് 2 ഓയിൽ മേടിക്കാം. 2 കിലോ മേടിക്കണം. ഇത് ആഡ് ടു കാർട്ട്. ഓക്കെ, നമ്മളെ അത്ര ഡോളർ ഇല്ലാത്തതുകൊണ്ട് ഇയർ കൊടുക്കാം. ഇത് കൊടുക്കാം. $27. $65. ഇത് $89. ഓക്കെ, നമ്മളെല്ലാ പൈസയും പോകുമെന്ന് തോന്നുന്നു. ബൈ കൊടുക്കാം. നമ്മളിനി ഒത്തിരി പൈസ നമ്മളിപ്പോൾ $9. നമ്മളിങ്ങനെ പോയാൽ ഒത്തിരി പണക്കാരനാവും. എംറ്റി ആയി. ഇനിയും മോനെ ഇത്രയും പാക്കുകൾ വന്നടേ. ഇത് ത്രോ കൊടുക്കാം. നമുക്ക് ഇത്രയും പാക്കേജ് എടുത്തോണ്ട് പോയി കേട്ടോ. ഓപ്പൺ അത് ഇതൊന്ന് വെച്ചേക്കാം. ബോക്സ് എംറ്റി ആയിരുന്നു. നമുക്കത് കളഞ്ഞിട്ട് വരാം. അവിടെ ഇത്രയും ബോക്സ് ഉണ്ടേ.
ഇനി അടുത്ത കബോർഡും മേടിക്കണോ? ഒപ്പം കൊടുക്കാം. പിന്നെ ഞാൻ സാധനം മേടിക്കണം. പ്ലേസ്. നമുക്കിനി ബാക്കി സാമാനങ്ങൾ തീരട്ടെ. തീർന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണി ചെയ്യാം. സെറ്റ് പ്രൈസ് നമുക്ക് ഒത്തിരി ആടേ. 2.88 ഇതാ എത്ര 2.88. ഓക്കെ. നാല് 3 2 1. ഓക്കെ. ചെയിൻ എത്ര കൊടുക്കണം? $1. ചേഞ്ച് കൊടുക്കാട്ടെ. റീസെറ്റ് കൊടുക്കാം. 5.27. അങ്ങനെ $5. 27 ആകുമ്പം 10. 7 ആകുമ്പം 5 6 7. റീസെറ്റ് കൊടുക്കാം. പിന്നെ എന്താ ചെയ്യണ്ടേ? $5. അതായത് 5. പിന്നെ 10 അല്ല, പിന്നെ 20 ഉണ്ട്. 5 പോയിന്റ്. പിന്നെ നമ്മൾ 27 കൊടുക്കണം. 20 27 1 2 3 4 5 6 7. ഓക്കെ. എന്താ പറ്റിയത്? ചേഞ്ച് നമുക്ക് $5. എനിക്ക് ചേഞ്ച് കൊടുക്കാനാണ് പാട്. $5 പിന്നെ 27. കറക്റ്റായി. എത്ര രൂപയാ? 3.48. ഓക്കെ. 46. എത്ര കൊടുക്കണം? $5. കോയിന് എത്ര? 54. പിന്നെ 4 1 2 3 4 ഒക്കെ എടുക്കാം. അയ്യോ ഇത്രയും സാധനങ്ങൾ. എത്ര ചേഞ്ച് കൊടുക്കണം? 12 കൊടുത്താൽ മതി. 1 2. ഇനി എത്ര കൊടുക്കണം ചേഞ്ച്? 5
റീസെറ്റ്. ഇത് 5 കൊടുത്തിട്ട് 31 1 10 10 10 30 പിന്നെ 1 കാശായിട്ടാണ് അവർ തരുന്നത്. 4 രൂപ കൊടുത്താൽ മതി. 1 2 3 4 നോർത്ത് കൊടുക്കാം. എത്ര രൂപയാ? 0.98. ഇത് ചേഞ്ചിൽ നമ്മുടെ 5 10 10 10 1 2 3. ഞാനിപ്പോൾ വലിയ ആളായി കേസിനകത്ത്. ചേഞ്ച് $3 $1 2 3 പിന്നെ 58 ആണെങ്കിൽ 50 കോയിൻ 5 1 2 3. ഓക്കെ, ഒരു 2 കോയിൻ കൊടുത്തത്. 2 കോയിനൊക്കെ എന്തോത്തിനാ ഗീസ് കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാവാ. കൊടുത്ത് കാശ് കൊടുക്കേണ്ടത് $1 കൊടുത്തു. ഇനി 27 വേണമെങ്കിൽ 25 കൊടുത്തിട്ട് 1 2. എൻ്റെ കടയിലെ സാമാനങ്ങളെല്ലാം തീർക്കുക. 3.69 3.69. ഓക്കെ, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ചേച്ചി. എനിക്ക് പറ്റില്ല, പാക്കേജ് വെക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് പറ്റില്ല, പാക്കറ്റിൻ്റെ ഇല്ലാതെ എൻ്റെ ജീവിതമില്ലടേ. അവിടെ പാക്കറ്റ് ഇനി വെക്കാനുണ്ട്. ഓപ്പൺ കൊടുക്കാം. എന്തുവാ ഇത്? ഞാൻ എവിടെ എടുത്ത് വെക്കാം? എടുക്കോ ചേച്ചി. പ്ലസ് 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 ആത്മാവേവോ പ്ലേസ് 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 അല്ലേ, പ്ലേസ് പ്ലേസ് പ്ലേസ്. ഓക്കെ, ബോക്സ് എംറ്റി. കൊണ്ടുവന്നിത് ഇത്ര കൊടുക്കാം. നമ്മളെ കടയിലെ എല്ലാ സാധനവും പെട്ടെന്ന് വിറ്റ് ഗീസ് കൊടുക്കാം. പിന്നെ ഇത് തന്നെ എല്ലാവരും മേടിച്ചതേ നമ്മളെ കടകളിലെ എല്ലാ സാധനവും. പ്ലേസ് 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 ഡിസ്പ്ലേ ഫുൾ ചെയ്തു. പ്ലേസ് പ്ലേസ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് എല്ലാം പ്ലേസ് ചെയ്തിട്ട് പോകണം. ഇവിടെ നോ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്നുകൂടെ ഓർഡർ ചെയ്യണം. എത്ര കൊടുക്കാം? അവിടെ കാണാം. വേണ്ടെങ്കിൽ നമ്മൾ നന്മയുള്ള ലോകമായതുകൊണ്ട് ഡസ്റ്റ്ബിന്ന് കൊണ്ടുപോകുന്നില്ല. ഓർഡർ ചെയ്തിട്ടൊരു എത്ര കസ്റ്റമറുടെ നിൽക്കെല്ലാം നോക്കണമെങ്കിൽ ബ്രെഡ് ഓർഡർ ചെയ്യാം. ബൈ ബൈ. നമ്മൾ ബൈ ചെയ്ത് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.